മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ജനസഭ തുടരുന്നു. വീണ്ടും ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ചോദിക്കാം താങ്കൾക്ക്. BJPയുടെ പ്രതിനിധിയോടാണ് ചോദ്യം. അദ്ദേഹം ആദ്യം പറഞ്ഞത് അഴിമതി രഹിത ഭരണം എന്നാണ് പറഞ്ഞത്. BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ കീഴിലുള്ള CAGയുടെ റിപ്പോർട്ട് അനുസരിച്ച് 7000 കോടിയുടെ CAG റിപ്പോർട്ടാണ്. അതായത് 7000 കോടിയുടെ അഴിമതി നടന്നു എന്ന് പറഞ്ഞിട്ടാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റ് വകുപ്പ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ട് വളരെ തന്ത്രപരമായിട്ട് പൂഴ്ത്തി. ആ സമയത്താണ് സുപ്രീം കോടതി BJPയോട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട്. കുറേയൊന്നും വേണ്ട, ഈ വലിയ വലിയ തിമ്മിങ്ങളെ പിടിച്ചുകൊണ്ട് വലിയ അഴിമതി നടത്തുകയാണ് ഈ രാജ്യത്ത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും പൈസ കിട്ടിയെന്ന് പറഞ്ഞു. ഇവിടെ ആദ്യത്തെ ഭരണം വന്ന സമയത്ത് എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നതാണ് മോദി പറഞ്ഞത്. താങ്കൾക്ക് ഹിന്ദി അറിയാത്തോണ്ടാണ്. താങ്കൾക്ക് ഹിന്ദി അറിയാത്തോണ്ടാണ്. ഹിന്ദി പഠിച്ച് കേൾക്കണം. മോദിയുടെ പ്രസംഗം ഹിന്ദി പഠിച്ച് കേൾക്കണം. ഹിന്ദി പഠിക്കണ. 15 ലക്ഷം കിട്ടിയില്ല. 5 ലക്ഷം അത് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിലേ പറയണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടുത്തെ അദാനിക്കും റിലയൻസിനും ഇവിടുത്തെ വൻകിട കമ്പനികൾക്കല്ലാതെ ഈ നാട്ടിലെ ഏതെങ്കിലും ജനങ്ങൾക്ക്, ഇപ്പൊ ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇവിടുത്തെ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ കർണാടകയിലെ ഏതെങ്കിലും ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? ശരി, പറയട്ടെ. അത് പറയട്ടെ, അതിനെ കുറിച്ച് പറയട്ടില്ലല്ലോ. അതുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയട്ടെ. ചോദ്യം വ്യക്തമാണ്. ചോദിച്ച ബോണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടിൽ ഈ രാജ്യത്ത് 7000 കോടിയുടെ അഴിമതി. അതുകൂടെ 7000 കോടിയുടെ അഴിമതി. ഏത് അഴിമതിയാണ് അദ്ദേഹം? ഏത് CAG റിപ്പോർട്ടാണ് ഈ പറയുന്നത്? CAG റിപ്പോർട്ട് പൂർത്തി എന്നാ പറയുന്നത്. അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഞാൻ പറയട്ടെ, ചോദ്യം ചോദിച്ചാൽ ചോദിച്ച ശേഷം മറുപടി വേണ്ട. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയുമ്പോൾ വാട്സ്ആപ്പ് കാണിക്കരുത്. ഈ രാജ്യത്ത് ഒരു പാർലമെന്റിൽ ഒരു അഴിമതി പോലും ഉയർത്താൻ, ഇപ്പൊ CPM-ഉം ലീഗൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു അഴിമതി പോലും ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഒരു റിപ്പോർട്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഒരു അഴിമതിയുടെ റിപ്പോർട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇവർ സുപ്രീം കോടതി പോവില്ലേ? അങ്ങനെ ഒരു CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു അഴിമതി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി പോകുമായിരുന്നു. തൊട്ടതിനൊക്കെ സുപ്രീം കോടതിയിലേക്ക് ഓടുന്ന പ്രതിപക്ഷ പാർട്ടികളാണ് രാജ്യത്തുള്ളത്. അപ്പൊ ഈ രാജ്യത്ത് ഈ BJPക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു തരി കിട്ടിയാൽ അത് ഊതി വീർപ്പിച്ച് വലിയ തീയാക്കാനുള്ള ശേഷിയുള്ള പ്രതിപക്ഷ പാർട്ടികളെ ഇവിടെ ഉള്ളത്. ഒരു അഴിമതി പോലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സുതാര്യമായ ഭരണം നടന്നു. എന്താണ് കിട്ടിയതെന്ന് നോക്കണ്ടേ? എന്താണ് കിട്ടിയതെന്ന്? ഈ കൂടിയ ആളുകളിൽ നൂറുകണക്കിന് ആളുകൾക്ക് പ്രധാനമന്ത്രിയുടെ കക്ഷികൾ കൊടുക്കുന്ന കിസാൻ സമ്മാൻ നിധി നൂറുകണക്കിന് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് സഹോദര. ഒരു 4 മാസം കൂടുമ്പോൾ 2000 രൂപ വെച്ച് ഒരു കൊല്ലത്തിൽ 6000 രൂപ നേരിട്ട് അക്കൗണ്ടുകളിൽ കിട്ടുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഗ്യാസിന്റെ വില കൂടി പറഞ്ഞു. 10 കോടി ആളുകൾക്കാണ് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്തത്. ഇത് ചോദിച്ചാൽ ഉത്തരം പറയുമ്പോൾ പൊള്ളും. ആ പൊള്ളലാണ് കാണുന്നത്. ചോദിച്ച് പറയിപ്പിച്ചതല്ലേ? ഉത്തരം പറയട്ടെ. ഉത്തരം പറയട്ടെ. 10 കോടി ആളുകൾക്കാണ് സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുത്തത്. ഈ രാജ്യത്തെ ആവാസ് യോജന വഴി ഒരുപാട് ബെനിഫിറ്റ് കൊടുത്തു. അതുപോട്ടെ, കോവിഡിന്റെ വാക്സിൻ 900 രൂപ വില വരുന്ന കോവിഡിന്റെ വാക്സിൻ കൊടുത്തത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി സൗജന്യമായി കേന്ദ്ര ഗവൺമെന്റ് കോവിഡിന്റെ അങ്ങനെ തീരാത്ത പദ്ധതി രാജ്യത്ത് നടപ്പാക്കി. പിന്നെ സഹോദരൻ ചോദിച്ചൊരു ചോദ്യം, ഓൾറെഡി പരാമർശിച്ചല്ലോ. ഈ പറയുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ബോണ്ട് സ്വീകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ചോദിച്ചതാണ് മറുപടി പറയുന്നതിന്. ചോദിച്ചതിന്
ചോദിച്ചതിന് മറുപടി പറയട്ടെ. വേണ്ടേ? മതി. ശ്രീപ്രകാശ് മതി. അല്ല, മതി. ബോണ്ടിൽ നിന്നും DMK കിട്ടിയ പണത്തിൽ നിന്നും 25 കോടി അടിച്ചു മാറ്റിയ പാർട്ടിയാണ് CPM. ഇടതുപക്ഷ സമാധാനമായല്ലോ. കണ്ടില്ലേ? ചോദ്യത്തിന് മറുപടിയായി കള്ളത്തരം പറഞ്ഞാണ് നിങ്ങൾ അധികാരത്തിൽ വരുന്നത്. ജനങ്ങളെ തുടർച്ചയായി വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ചോദിക്കട്ടെ. ബഹുമാനപ്പെട്ട മറ്റേ BJP പ്രതിനിധി ഇവിടെ തുടക്കത്തിൽ കുറെ പദ്ധതികളുടെ പേര് പറഞ്ഞു. ഇവിടെ ഈ ലോകത്തെ ജനങ്ങൾ മുഴുവൻ ആദ്യമായിട്ട് കേൾക്കുന്ന കുറെ പേരുകൾ. 35 കിലോ അരി വാങ്ങി വീട്ടിൽ കൊണ്ടുപോയപ്പോ ആദ്യമായി കേൾക്കാണോ? 35 കിലോ അരി സൗജന്യമായിട്ട് കൊടുത്തില്ലേ നരേന്ദ്രമോദി ഗവൺമെന്റ് കോവിഡ് കാലത്ത്? ഒന്ന് ചോദ്യം ചോദിക്കാൻ ശ്രീപ്രകാശ് പ്ലീസ് ചോദിക്കട്ടെ. ഈ പറയപ്പെടുന്ന പദ്ധതികളിൽ ഇവിടുത്തെ ആളുകൾക്ക് ഞങ്ങളൊക്കെ ഈ ഭാരതക്കാരാണ്. നിങ്ങൾ പറഞ്ഞു ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കിയെന്ന്. പക്ഷെ ഇവിടെ നാട്ടിൽ എവിടെ അരിയില്ല സർ. എന്താ മനസ്സിലാക്കിയേ? ആൻസർ പറയൂ. നിങ്ങൾ കാണിക്കല്ലേ? ചോദ്യം ചോദിച്ചത് ആൻസർ പറയൂ. നിങ്ങൾ ബി റൈസ് എന്ന പേരിൽ ഒരു അരി കൊണ്ടുവന്നു പറഞ്ഞു. ഇവിടെ പല സ്ഥലങ്ങളിലും BJPയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബി റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരരി കൊടുത്തത് എന്നാണ് പറയുന്നത്. ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ ഗവൺമെന്റ് എന്ന് പറയുന്നവർക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഇവിടുത്തെ റേഷൻ ഷാപ്പ് വഴിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനം വഴിയോ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല? ഒന്ന്. 2014 BJP അധികാരത്തിൽ വരുമ്പോ BJPയുടെ ആസ്തി എത്രയായിരുന്നു? ഇന്ന് BJPയുടെ ആസ്തി എത്ര? നിങ്ങളൊന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തേത് പ്രിയപ്പെട്ട സഖാവ് ശ്യാമിനോടാണ്. ബഹുമാനപ്പെട്ട സഖാവ് ശ്യാം, മറ്റേ ദയവ് ചെയ്ത് SDPയുടെ ബന്ധം പറയുമ്പോ കേരളത്തിലെ പത്തനംതിട്ടയിലെയോ കൊട്ടാരക്കരയിലെയോ ഒക്കെ ഒരു മിനിറ്റ് സാർ, നിങ്ങൾ അസഹിഷ്ണുത കാണിക്കല്ലേ? ഇവിടത്തേക്ക് നഗരസഭാ ഭരണ സംവിധാനമെങ്കിലും ഒന്ന് എടുത്തു പരിശോധിക്കണം. ആരൊക്കെ കൂടിയിട്ടാണ് അവിടെ ഭരിക്കുന്നത്? ഒന്ന്. രണ്ടാമത്, മിനിഞ്ഞാന്ന് ഈ ബന്ധത്തെക്കുറിച്ച് ആരോപണം വന്നപ്പോ ബഹുമാനപ്പെട്ട ഇവിടുത്തെ സ്ഥാനാർത്ഥിയോട് LDF സ്ഥാനാർത്ഥിയോട് റിപ്പോർട്ടർ ചാനൽ ഒരു അഭിമുഖം കൊടുക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട LDFന്റെ സ്ഥാനാർത്ഥി. ആ റിപ്പോർട്ടർ ചാനലിലെ അഭിമുഖം ഒന്ന് നിങ്ങൾ പരിശോധിക്കണം. LDFന്റെ സ്ഥാനാർത്ഥിയോട് SDPയുടെ എന്താണ് അവർക്ക് തമ്മിലുള്ള ഒരു അവരോടുള്ള നിലപാട് എന്ന് പരിശോധിക്കാൻ റിപ്പോർട്ടർ ചാനൽ പരിശോധിക്കണം. ശ്രീ അനിൽ, അദ്ദേഹത്തോട് പത്തനംതിട്ടയിലെ സീറ്റ് നില ഒന്ന് പറയൂ. ഒന്ന് കൊടുക്കൂ, മൈക്ക് കൊടുക്കൂ. പത്തനംതിട്ടയിലെ സീറ്റ് നില പറയൂ. അല്ല, നിങ്ങൾ പറയൂ. നിങ്ങളാണ് ചോദ്യം ചോദിച്ചത്. പറയൂ. റിപ്പോർട്ടർ ചാനൽ നോക്കാനാ പറഞ്ഞിരിക്കുന്നത്. അതല്ല, സീറ്റ് നിലയെ സംബന്ധിച്ച് ഒന്ന് കൊടുക്കൂ. ഒന്ന് കേൾക്കാം. ഇങ്ങനെ വാദപ്രതിവാദങ്ങളിലേക്ക് പോണോ അനിലേ? പെട്ടെന്ന്. പത്തനംതിട്ടയിൽ 2 പ്രാവശ്യം 2 പ്രാവശ്യം CPM നഗരസഭാ ചെയർമാൻഷിപ്പ് വലിക്കുന്നത് SDPയുടെ പിന്തുണയോടുകൂടിയാണ്. ഇനി അപ്പുറത്ത് അതിന്റെ തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ CPM ഭരിക്കുന്ന ഭരണ സംവിധാനത്തിൽ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SDPയുടേതാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, അവിടുത്തെ സീറ്റ് നിലയെങ്കിലും അല്പം മനസ്സിലാക്കണം. 3 കോൺഗ്രസ് വിമതന്മാരുടെ വോട്ടിലാണ് പത്തനംതിട്ടയിൽ അവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണം വന്നത്. SDPയുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ ഭരണം ഉപേക്ഷിച്ചവരാ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വന്നപ്പോ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചാണ്. അവിടെ നേരത്തെ ഒരു ചോദ്യം പറയാണ്. ഒന്ന്, ഇവിടെ പലതരത്തിലുള്ള പദ്ധതികളെ സംബന്ധിച്ച് നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞു. പലതരത്തിലുള്ള ഗ്യാരണ്ടിയും BJP ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പ് ഈ നാടിനകത്ത് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു. 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും. ഇവിടെ ആർക്കെങ്കിലും 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും 1 ലിറ്ററിന് കിട്ടിയോ? അതോടൊപ്പം തന്നെ പാചകവാതക സബ്സിഡിയുമായി ബന്ധപ്പെട്ട് 400 രൂപയുണ്ടായിരുന്ന പാചകവാതകത്തിന്റെ വില ഇന്ന് 1000 രൂപയിലേക്ക് വന്നു. കഴിഞ്ഞില്ല. ഓരോ വർഷവും 2 കോടി തൊഴിൽ എന്ന നിലയിൽ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക്, യുവതി യുവാക്കൾക്ക് 5 വർഷം കൊണ്ട് 10 കോടി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞു.
ഇപ്പോ 16 ലക്ഷം ഒഴിവുകൾ കോടിക്കണക്കിന് ആളുകൾക്ക് 10 വർഷം കൊണ്ട് തൊഴിൽ നൽകിയ സർക്കാരാണ് കേന്ദ്ര ഗവൺമെന്റ്. എല്ലാം ഉണ്ട്. ഞാൻ പറയാം 16 ലക്ഷം ഒഴിവുകൾ ഇപ്പോഴും നികത്തപ്പെടാതെ കിടക്കുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ 3 ലക്ഷം ഒഴിവുകളാണ് നിങ്ങൾ നിയമന നിരോധനത്തിലൂടെ പോസ്റ്റുകൾ ഇല്ലാതാക്കിയത്. അതല്ലെങ്കിൽ പത്രം വായിക്കൂ സുഹൃത്തെ, പത്രം വായിക്കണം, കാര്യങ്ങൾ അറിയണം. 3 ലക്ഷം ഒഴിവുകൾ ഇന്ത്യൻ റെയിൽവേയിൽ അബോളിഷ് ചെയ്തോ? പറയൂ, ഇത് കേൾക്കൂ. ബിജെപിയുടെ പ്രതിനിധിയോടാണ് ചോദ്യം. ബിജെപിയുടെ പ്രതിനിധിയോടാണ് ചോദ്യം. ബിജെപിയുടെ പ്രതിനിധിയോടാണ് ചോദ്യം. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്ത്യൻ റെയിൽവേയിൽ 3 ലക്ഷം പോസ്റ്റുകൾ ഇല്ലായ്മ ചെയ്തോ ഇല്ലയോ? പറയാൻ ധൈര്യമുണ്ടോ ബിജെപിയുടെ പ്രതിനിധിക്ക്? ധൈര്യം കാണില്ല. കാരണം എന്താണെന്നറിയോ? ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ ഒരു സ്ഥിരം തൊഴിലെന്ന സ്വപ്നത്തിന് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയവരാണ് ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബിജെപിയും കൂട്ടരും. കേരളവുമായി ബന്ധപ്പെട്ട് പറയാം, കേരളത്തിലെ PSCയുമായി ബന്ധപ്പെട്ട് പറയാം. കേരളത്തിൽ 3.5 ലക്ഷം നിയമനങ്ങൾ ഈ കേരളത്തിൽ PSC വഴി കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ 7 ഏറ്റവും അധികം തൊഴിൽ നൽകിയതാണ്. ബിജെപിയുടെ പ്രതിനിധിയോടാണ് ചോദ്യം. ഈ രാജ്യത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും അധികം PSC വഴി നിയമനം നടത്തിയത് ഈ കേരളത്തിലാണ്. കഴിഞ്ഞില്ല, പറയാൻ അനുവദിക്കുന്നില്ല, പറയാൻ അനുവദിക്കുന്നില്ല. തൊഴിലുമായി ബന്ധപ്പെട്ടാണ്, പറയാൻ അനുവദിക്കുന്നില്ല, പറയാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് പറയണ്ടേ? തൊഴിലുമായി ബന്ധപ്പെട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ചോദിച്ചാൽ ഉത്തരം പറയാൻ അനുവദിക്കണം. എന്റെ പേര് വിളിച്ച് ഞാൻ മറുപടി പറയുന്നത്. രാജ്യത്ത് എന്റെ പേര് വിളിച്ച് ഇവിടെ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നത്. രാജ്യത്തെ സംസാരിക്കാൻ അനുവദിക്കാതെ ബിജെപിയുടെ പ്രതിനിധി മാത്രം, ബിജെപിയുടെ പ്രതിനിധി മാത്രം സംസാരിക്കാനാണെങ്കിൽ ഈ ചർച്ച ആവശ്യമുണ്ടോ? അല്ല, എന്റെ പേര് എന്റെ പേരിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എന്നോടാണ് ആദ്യം ചോദ്യം. എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇടയിൽ കയറിയതാണ്. അല്ലല്ല, ഒരു നിലക്ക് അനുവദിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കണം. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇതിപ്പോ BJP പ്രതിനിധിയോട് ചോദ്യം ചോദിച്ചപ്പോ CPM പ്രതിനിധി മറുപടി പറയണം. ഇതന്നെയാണ് നിങ്ങൾ ഈ ചാനൽ ചർച്ച ഇവിടെ രാജ്യത്തെ ജനങ്ങള് കാണുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ കാണുന്ന ചാനൽ ചർച്ചയിൽ കാര്യങ്ങൾ പറയുമ്പോൾ ശരിയല്ല. ഇത് ശരിയായ രീതിയല്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ശരിയായ മറുപടി പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ സഹകരിക്കും. BJP-കാരൻ പറയട്ടെ. നിങ്ങളുടെ സമ്മേളനമാണ്, നിങ്ങളുടെ സമ്മേളനമാണ്. നിങ്ങൾ പോയിരിക്കും. ഭീഷണിയൊന്നും വേണ്ട, ഭീഷണി വേണ്ട, ഭീഷണി വേണ്ട, ഭീഷണി വേണ്ട. കുറെ കണ്ടതാണ് ഇതൊക്കെ. യെസ്, ജനസഭ തുടരുന്നു. ശ്യാമ പെട്ടെന്ന് പൂർത്തിയാക്കാം പ്ലീസ്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് തുടങ്ങിയില്ല, നിങ്ങൾ കുറെ സംസാരിച്ചു. അല്ല, ഞാൻ പറഞ്ഞു തുടങ്ങിയത് അത് പറഞ്ഞു കേട്ടില്ല, നാട്ടുകാർ കേട്ടിട്ടില്ല. ഇവിടെ മുഴുവൻ അലമ്പായില്ലേ? യെസ്, പൂർത്തിയാക്ക്. നിങ്ങളുടെ ആളുകളോടൊന്ന് പറയൂ. ഒന്ന് പറയൂ. ഇങ്ങനെ ബേളം വെച്ച് ഈ സഭ തുടങ്ങിയത് തൊട്ട് ബേളം വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കേൾക്കൂ, ഒറ്റ കാര്യമാണ്. ഇവിടെ പല വിധത്തിലുള്ള പദ്ധതികളെ സംബന്ധിച്ച് പറഞ്ഞു, മോദി ഗ്യാരണ്ടിയെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ ജീവിതത്തെ തൊട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിലെ ഒന്ന് തൊഴിലാണ്. എവിടെയാണ് 2 കോടി തൊഴിൽ നിങ്ങൾ നൽകുമെന്ന് പറഞ്ഞ തൊഴിൽ എവിടെ പോയി? കഴിഞ്ഞ 10 വർഷം കൊണ്ട് 20 കോടി തൊഴിൽ ഇവിടെ നൽകണമായിരുന്നു. നിങ്ങൾ എവിടെ നൽകി?
നൽകിയില്ലെന്ന് മാത്രമല്ല നിലവിലുണ്ടായിരുന്ന സ്ഥിരം തൊഴിലെന്ന എല്ലാ സ്വപ്നങ്ങളെയും തകർത്തെറിയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിൽപ്പന ഉൾപ്പെടെ ഇന്ത്യൻ റെയിൽവേയിൽ 3 ലക്ഷം പോസ്റ്റുകൾ ഇല്ലായ്മ ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എയർ ഇന്ത്യ ഇന്ന് ആരുടെ കയ്യിലാണ്? കേന്ദ്ര സർക്കാർ അത് ടാറ്റയ്ക്ക് വിൽപ്പന നടത്തിയിരിക്കുന്നു. അങ്ങനെ ധാരാളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാചകവാതകം, എവിടെയാണ് 50 രൂപയുടെയും 50 രൂപയുടെ പെട്രോളും ഡീസലും ഈ രാജ്യത്ത് BJP വിതരണം ചെയ്തത്? അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കൂ, UK, കാനഡ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന അവരുടെ സ്ത്രീ പൗരയോട് അവർ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന്. അവിടെ ഈ 3 രാജ്യത്തിന്റെയും ഭാഗമായി അവർ സിറ്റിസൺസിന് അവർ ഇൻഫർമേഷൻ നൽകുന്നു. കാത്തിരിക്കുക, വാണിംഗ് അവിടെ 3 രാജ്യങ്ങളും നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് മണിപ്പൂരിലെ സ്ത്രീകൾ വിവസ്ത്രയാക്കി ഇവിടെ തെരുവിനകത്ത് വലിച്ചിഴക്കപ്പെട്ടെന്ന് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ആസിഫ എന്നൊരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ചില സംഘപരിവാർ ബന്ധമുള്ള ചില ആളുകൾ അവരെ മാലയിട്ട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. ബൽക്കീസ് ബാനു ഗുജറാത്ത് കലാപത്തിൽ ഗുജറാത്ത് കലാപത്തിന്റെ അന്നേ ദിവസം 13 പേർ ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ച ബൽക്കീസ് ബാനു, ആ ബൽക്കീസ് ബാനുവിനെ പീഡിപ്പിച്ച മുഴുവൻ ആളുകളും ജയിലിലടക്കപ്പെട്ടിരുന്നു. എന്നാൽ ആ ജയിലിലടക്കപ്പെട്ടവർക്ക് പരോൾ അനുവദിച്ച് ഗുജറാത്തിലെ BJP ഗവൺമെന്റ് ഉത്തരവിറക്കിയ സമയത്ത് അത് ഈ നാടിനകത്ത് ചോദ്യം ചെയ്യപ്പെട്ടു. നിങ്ങൾ നോക്കൂ, സുപ്രീം കോടതി ഉൾപ്പെടെ അതിനകത്ത് ഇടപെട്ടു. ഇവിടെ ക്രൂരമായി സ്ത്രീയെ ബലാത്സംഗം ചെയ്തവർക്ക് ഇവിടെ മാലയിട്ട് സ്വീകരണം നൽകുന്ന കാഴ്ച ഈ നാടിനകത്ത് കണ്ടു. എവിടെയാണ് സ്ത്രീ സുരക്ഷ? എവിടെയാണ് മോദിയുടെ ഗ്യാരണ്ടി? എവിടെയാണ് മോദിയുടെ ഗ്യാരണ്ടി? ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു നിലയ്ക്കും ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരാണോ തെറ്റ് ചെയ്തത് അവർ ഇവിടെ ശിക്ഷിക്കപ്പെടുന്നു. ആലുവയിൽ പ്രതിയെ പിടിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അതോടൊപ്പം തന്നെ ഇവിടെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി, പ്രതികളെ പിടിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഏതൊരു നിലയിലും വണ്ടിപ്പെരിയാറിലും സമാനമായി തന്നെയാണ് പോലീസും ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ വളരെ കൃത്യമായി അന്വേഷണം നടക്കുന്നു. അതിന്റെ ഇവിടെ എല്ലാ കാര്യങ്ങളും ട്രയൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് എവിടെയും ഗവൺമെന്റ് ഇടപെടുന്നില്ല. ഗവൺമെന്റ് ഇടപെടാതെ മാറി നിൽക്കുന്നു. നിയമത്തിന്റെ വഴിക്ക് എന്ന് പറഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണ് ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്ത 13 പേരെ ഗുജറാത്ത് ഗവൺമെന്റ് അവരെ ഇവിടെ വിടുതൽ ചെയ്തത്? എന്തിനാണ് BJP പ്രവർത്തകർ അവരെ മാലയിട്ട് സ്വീകരിച്ചത്? ആസിഫ എന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയവരെ എന്തിനാണ് സംഘപരിവാർ സംഘടനകൾ ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചത്? ഈ നാടിനകത്ത് ഇതെല്ലാം നാട്ടുകാർ കാണുന്നുണ്ട്. സ്ത്രീ സുരക്ഷ, നാരി സുരക്ഷ എന്നൊക്കെ പറയുന്നത് ഈ നാടിനകത്ത് നാട്ടുകാർ കാണുന്നുണ്ട്. ചന്ദ്രശേഖരനെ 51 വെട്ടി കൊല ചെയ്ത കൊലയാളികൾക്ക് പരോള് ഇഷ്ടം പോലെ അനുവദിച്ച് ജയിൽ പോലും കാണാതെ അവരെ സംരക്ഷിച്ച പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കേരള സർക്കാരും. അവരാണെന്ന് ഗുജറാത്തിലേക്ക് നോക്ക്, കാശ്മീരിലേക്ക് നോക്ക് എന്ന് പറയുന്നത്. വണ്ടിപ്പെരിയാർ മറന്നോ ഇവര്? സോ എന്താ കേരള ഹൈക്കോടതി പറഞ്ഞത്? കേരള ഹൈക്കോടതി ഈ രാജ്യത്ത് ഏറ്റവും വലിയ അതാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കൂ, വണ്ടിപ്പെരിയാറിലും ആലുവയിലും നിങ്ങൾ എത്ര പേർക്ക് ഏതൊക്കെ ശ്യാമ ഒരു കാര്യം മനസ്സിലാക്ക്. നിങ്ങൾ CP ചന്ദ്രശേഖരന്റെ കേസിൽ ചന്ദ്രശേഖരന്റെ കേസിൽ ആ പ്രതികൾക്കുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി എന്ന് പറയുന്നത് ശ്യാമ പറയണേക്ക് നിങ്ങൾ അവർക്കുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയെന്ന് പറയുന്നത് കേരള ഹൈക്കോടതി അപ്പീൽ കൊടുത്തപ്പോഴാണ്. അപ്പീൽ കൊടുത്ത സമയത്ത് കൂടുതൽ പ്രതികളെ ശിക്ഷിക്കുന്നതിനും അവരുടെ ശിക്ഷ ഇരട്ടിയാക്കുന്നതിനും വേണ്ടി കോടതി തയ്യാറായി. അതിൽ അന്വേഷണത്തിൽ വന്നിട്ട് ആ വീഴ്ചയെ കുറിച്ച് കേരള ഹൈക്കോടതി കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇവർ വലിയ കോടികളുള്ള വക്കീലമാരെ വെച്ച് വാദിച്ചിട്ട് പോലും ചന്ദ്രശേഖരൻ കേസിൽ ഇവർക്ക് വലിയ തിരിച്ചടി കിട്ടി. സിദ്ധാർത്ഥനെ ഇവരെ അടിച്ചുകൊന്നു. 3-4 ദിവസം ഒരു പാവപ്പെട്ട കോളേജ് വിദ്യാർത്ഥിയെ അടിച്ചുകൊന്നു. വണ്ടിപ്പെരിയാറിലെ പാവപ്പെട്ട പെൺകുട്ടിയുടെ കരച്ചിൽ എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി കേൾക്കാതിരുന്നത്? അങ്ങനെ ആലുവയിലെ പെൺകുട്ടിയുടെ, പാലക്കാട്ടുള്ള അങ്ങനെ ഒട്ടനവധി പെൺകുട്ടികളെ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത് എന്തിനേറെ പറയുന്നു, ഒരു നൃത്താധ്യാപകനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്ത് എന്തുകൊണ്ടാണ്? ഈ CPM-ന്റെയും DYFI-യുടെയും അവരുടെ ക്രൂരത കൊണ്ടാണ്. ആ ക്രൂരത നടത്തിയ പാർട്ടിയാണ്. മറ്റൊരു കാര്യം പറയട്ടെ, എന്നോട് ചോദിച്ചത് ഒരു കാര്യം, BJP-യുടെ ആസ്തി എത്രയാണ്? സുഹൃത്തെ, BJP എന്ന് പറയുന്ന ഈ രാജ്യത്ത് 17
സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. 18 കോടി മെമ്പർമാരുള്ള പാർട്ടിയാണ് BJP. 400-ലേറെ രാജ്യസഭയിലും ലോകസഭയിലുമായി 400-ലേറെ MP-മാരുള്ള രാഷ്ട്രീയ പട്ടാളമാണ്. അതുമാത്രമല്ല, ഈ രാജ്യത്ത് 1500-ഓളം MLA-മാരുള്ള ആയിരക്കണക്കിന് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങളെ പോലെ പൊട്ടക്കിണറ്റിലെ തവളയല്ല ഈ BJP എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിന് വെളിച്ചം കാണിക്കുന്ന ഒരു വിശ്വപുരുഷനായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്താകമാനം ഒരു മോഡി ഇഫക്ട്. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം വന്നപ്പോൾ അതിൽ ഇടപെട്ടത് നരേന്ദ്രമോദിയാണ്. അങ്ങനെ നരേന്ദ്രമോദിയോട് ചോദിച്ച് അമേരിക്ക പോലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയത് NDA സർക്കാർ. കുറെ സമയമായി ശ്രീ നൗഷാദ് വെറുതെ ഇരിക്കുകയാണ്. ശ്രീ നൗഷാദ്, സ്ത്രീ സുരക്ഷ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു. താങ്കളുടെ വിശദീകരണം. ഇത് കേൾക്കുന്ന ലോകം മുഴുവനുള്ള പ്രേക്ഷകർക്ക് മനസ്സിലായി BJP-ക്കാർ കൊന്നതല്ലയോ CPM-മാർ കൊന്നതല്ലയോ, രണ്ടു തന്നെ പറഞ്ഞല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി UDF സമാധാനപരമായ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിനും BJP-യുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനും എതിരായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി നിൽക്കുന്നത്. പിന്നെ അദ്ദേഹം പത്തനംതിട്ടയിലെ കക്ഷി നില ചോദിച്ചു, അതൊന്ന് പറയണല്ലോ. അവിടുന്ന് SDPI പത്തനംതിട്ടയില് UDF 13 LDF 13 ആണ്, അങ്ങനെ തുല്യമാണ്. ഒരാളാണ് SDPIക്കുള്ളത്. SDPIയുടെ ആമിന ഹൈദരലിയാണ് അവിടെ വൈസ് ചെയർപേഴ്സൺ. അവർ പരാജയപ്പെടുത്തിയത് CPIM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അബുഷാന ഷാജഹാനെയാണ്. അബുഷാന ഷാജഹാൻ കണ്ണീരോടുകൂടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, എന്നെ പരാജയപ്പെടുത്തിയ SDPIയുടെ ആമിന ഹൈദരലിയെ കൂട്ടിയിട്ടാണ് CPM അവിടെ ഭരണം നടത്തുന്നത്. എന്നിട്ട് ഇവര് അങ്ങോട്ടൊന്നും പോണ്ട, മലപ്പുറം ജില്ലയിൽ അനിൽ നമ്പ്യാർ യാത്ര ചെയ്ത ഒരു ഇടത്തിനെ കുറിച്ച് പറയണമെന്നുണ്ട് എനിക്ക്. നിങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ എഡ്രിക്കോട് പാസ് ചെയ്തല്ലോ. ആ എഡ്രിക്കോട് പഞ്ചായത്ത് കഴിഞ്ഞതിന്റെ മുമ്പ് ഭരിച്ച പ്രസിഡന്റ് പേര് VT ഇക്രാമുൽ ഹക്ക് എന്നാണ്. അദ്ദേഹം NDF-ന്റെ ഈ SDPIയുടെ സുപ്രീം കൗൺസിൽ അംഗമാണ്. അദ്ദേഹത്തെ പിന്തുണച്ചത് മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷമാണ്. അപ്പോൾ അവർ തമ്മിൽ നല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഉള്ളിലും പുറത്തുമൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് എന്ത് മതി, ജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങളുടെ മാനിഫെസ്റ്റോയെ അംഗീകരിക്കുന്നവരുടെ വോട്ട് മതി. പിന്നെ ഇവിടെ നേരത്തെ BJP-യുടെ പ്രതിനിധി കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയെ അദാനിക്കും അതുപോലെ തന്നെ അംബാനിക്കും പിന്നെ തിട്ട് പറഞ്ഞ് കാശ് വാങ്ങി വിറ്റിട്ട് ഇലക്ട്രിക് ബോണ്ടിലൂടെ പണം വാങ്ങിയിട്ട് നരേന്ദ്രമോദി കുത്തക മുതലാളി. നിങ്ങൾക്ക് ആലോചിച്ച് നോക്ക്, തിരുവനന്തപുരം എയർപോർട്ട് നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന എയർപോർട്ടല്ലേ, അത് നമ്മളതല്ലാതെ പോയല്ലോ. ആ എല്ലാം വിറ്റ് തുലക്കാണ് നരേന്ദ്രമോദി. ഇതുപോലെ രാജ്യത്തെ വിറ്റ ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് നമ്മുടെ ഇന്ത്യയുടെ വിഭവങ്ങൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിരുന്നു. നരേന്ദ്രമോദി ഇവിടെ ഇരുന്നിട്ട് തന്നെ അദാനിക്കും അംബാനിക്കും കൊടുക്കുകയാണ്. അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ തണലിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇന്ന് അമിത്ഷായുടെ മകൻ ശതകോടീശ്വരനാണ്. ആ പണം ഉണ്ടാക്കിയത് BJP 10 കൊല്ലം ഇന്ത്യ ഭരിച്ചപ്പോഴാണ്. അപ്പൊ ഈ രാജ്യത്ത് ഫാസിസ്റ്റുകൾ കൃത്യമായി കുത്തക മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടിയിട്ടാണ് ഭരണം നടന്നത്. പിന്നെ CPM-ന്റെ കാര്യം, അവരെവിടെയാണ് BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് നമുക്ക് എവിടെ മനസ്സിലായിട്ടില്ല. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ NDA-യും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന മുന്നണിയും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഇന്ത്യയെ വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരണം. NDA സഖ്യത്തിൽ ഭായ് ഭായ് ആണ്, നിങ്ങൾ അത് മറക്കരുത്. NDA സഖ്യത്തിൽ ഭായ് ഭായ് ഞാൻ പറയാം. ഇവിടെ തെലുങ്കാനയിൽ പോയിട്ട് ചന്ദ്രശേഖര റാവുവിനെ കൂട്ടിയിട്ട് 3ാം മുന്നണി ഉണ്ടാക്കാൻ നോക്കിയവരാണ് പോലെ അല്ലേ. നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് ഈ പിണറായി വിജയൻ എവിടെയെങ്കിലും എതിർത്ത് സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, എവിടെ എതിർത്ത് സംസാരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു ജയം കിട്ടിയാൽ പ്രധാനമന്ത്രിയല്ലേ, ആ ഒരു ബഹുമാനം കാണിക്കട്ടെ. പ്രധാനമന്ത്രിയോട് അളവറ്റ ബഹുമാനമാണ്. പ്രധാനമന്ത്രിയെ കാണാൻ അദ്ദേഹം ചെന്ന് കെട്ടിപ്പിടിക്കാണ്. എന്തുകൊണ്ടറിയോ? ലാവ്ലിൻ കേസിന്റെ വിചാരണ. ചോദ്യം ചോദിക്കട്ടെ. ഒരു ചോദ്യം കൂടി അവസാന ചോദ്യം. ഒരു സെക്കൻഡ്. ഇന്ത്യയില് താങ്കൾ ചോദിക്കും പെട്ടെന്ന്. അതല്ല 30% വരുന്ന BJP ഇന്ത്യയില് അതല്ല മൈക്കിൽ ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ ചോദിക്കുക. ഇന്ത്യയിൽ 30% വരുന്ന BJP, ഇന്ത്യയിൽ 70% വരുന്ന പല മുന്നണികളിലായിട്ട് പരന്നു കിടക്കുന്ന ജനങ്ങളുണ്ട്. ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് കഴിഞ്ഞ BJP ഭരിക്കുന്ന സമയത്ത് 30% പരിസരത്തെ വോട്ട് കിട്ടിയിട്ടുള്ളൂ BJP. അല്ല, 36% 30-ന്റെ അടിയിലാണ് കിട്ടിയിട്ടുള്ളൂ. കണക്ക് ക്ലിയർ ആണ്. പക്ഷെ BJP-യുടെ കണക്ക് നിങ്ങൾ പറയണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരാൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത്
അതിനിടയിൽ കയറി സംസാരിക്കുന്നത് ആരായാലും ഇപ്പൊ ചോദ്യകർത്താവ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരാം. ഞാൻ എന്റെ ചോദ്യം അവസാനിച്ചിട്ട് സംസാരിക്കാൻ. ഈ ചോദ്യകർത്താവ് വന്ന വഴിക്ക് കുഴിയിലും കുണ്ടിലും ഒക്കെ ചാടിങ്ങാണ്ട് നട്ടലിന് പരിക്ക് പറ്റി എന്ന് ഇവിടെ തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കേട്ടല്ലോ അല്ലേ? അപ്പോ ആ വരുന്ന വഴിക്ക് തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്, കുഴിയും കുണ്ടും നട്ടലിന്റെ ക്ഷതവും. പക്ഷെ നല്ല നട്ടലുള്ള ആളുകൾക്ക് ആ റോഡിന് സഞ്ചരിച്ചിട്ട് ആർക്കും ഇതുവരെ ഒരു ക്ഷതം പറ്റിയിട്ടില്ല. താങ്കൾ എന്റെ കൂടെ വരണം ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ BJPയുടെ സംസാരിക്കുന്ന ആള് ശ്യാമ് സംസാരിക്കുന്ന സമയത്ത് ഉത്തരം ശ്യാമ് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ട് മൈക്കിൽ, അത് പറയണം. ആ സംസാരത്തിൽ ഇടകലർന്ന് ചോദ്യകർത്താവും ഇടയിൽ കയറിക്കൊണ്ട് സംസാരത്തെ വക്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. ചോദ്യം എന്താണെന്ന് വെച്ചാല്, കൗസർ ബാനുവിനെ പോലുള്ള പെൺകുട്ടികളെ, നിറ വയറുള്ള പെൺകുട്ടികളെ ശൂലം കൊണ്ട് വയറിന് കുത്തി കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് ആ പുക്കിൾക്കൊടിയിലൂടെ കുന്തത്തിന്റെ മുകളിലേക്ക് നോക്കി ഈ നാട് കണ്ട ഇന്ത്യക്കാരുണ്ട്. ആ നാട്ടുകാര് ഈ ഇന്ത്യയിലുള്ള ആളുകൾ, ഒരു ചോദ്യമാണ്, ഇന്ത്യയിലുള്ള ആളുകൾക്ക് സ്നേഹമുള്ള 70% ആളുകള് അവര് ഇന്ത്യൻ മുന്നണി എന്നുള്ള ഒരു പക്ഷമുണ്ടാക്കിക്കൊണ്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് BJP ഇത്തവണ നിലം തൊടില്ല എന്ന് മനസ്സിലായപ്പോൾ പണത്തിന്റെ പന്തലൊരുക്കിക്കൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാരനെ വിലക്ക് വാങ്ങിക്കൊണ്ടല്ലാതെ ഏത് സംസ്ഥാനമാണ് BJP ഭരിച്ചിട്ടുള്ളത്? എന്തായാലും ഇതിന് ഈ മറുപടി ശ്രദ്ധയോടെ കേൾക്കണം, ബഹളം വെക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 2014 BJPക്ക് കിട്ടിയ സീറ്റ് എന്ന് പറഞ്ഞ 282 സീറ്റാണ്. ഞാൻ പറയണ കേക്ക്, ഇതാണ് നിങ്ങളുടെ സ്വഭാവം. ഈ സ്വഭാവമായിട്ട് ചർച്ചയ്ക്ക് വരരുത്. കേൾക്കണം, ചോദിച്ചല്ലോ, കേൾക്ക്, അങ്ങോട്ട് കേൾക്ക്, മര്യാദക്ക് കേൾക്കണോ. 2014 BJP 31% വോട്ട് 2014 BJP വാങ്ങി, 282 സീറ്റ് വാങ്ങി. NDAക്ക് അന്ന് 303 സീറ്റായിരുന്നു. അന്ന് NDAക്ക് 38% വോട്ടുണ്ട്. 2019 BJPക്ക് 303 സീറ്റും NDAക്ക് 45% വോട്ടുകളും 2019 ഈ 2024 കാണാം. നമുക്ക് ജൂൺ മാസം 4-ാം തീയതി കാണാം. 50% വോട്ടും 400 സീറ്റും വാങ്ങി. നിങ്ങൾ മത്സരിക്കുന്നത് CPM മത്സരിക്കുന്നത് CPM മത്സരിക്കുന്നത് 4 സീറ്റിനാണ്. ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത് അവർ 40 സീറ്റിനാണ്. BJP മത്സരിക്കുന്നത് 400 സീറ്റിനാണ്. 400 സീറ്റ് വാങ്ങി. BJP ഈ പ്രാവശ്യം അധികാരത്തിൽ വരും, വീണ്ടും അധികാരത്തിൽ വരും. ആ അധികാരത്തിൽ വരുമ്പോൾ ഒരു കനൽത്തരിയെങ്കിലും കേരളത്തിൽ നിന്ന് അങ്ങോട്ട് വേണം. DMKയുടെ പിൻബലം കൊണ്ട് ഈ കോയമ്പത്തൂർ സീറ്റ് പോലും ഇവർക്ക് CPM-മാർക്ക് കൊടുത്തില്ല. അത് DMK ഏറ്റുവാങ്ങി. കാരണം എന്താ? അവിടെ BJP ജയിക്കാൻ പോവുകയാണ്. BJP-യുമായി മത്സരിക്കാനുള്ള നട്ടലില്ല. നേരത്തെ അനിലിന്റെ നട്ടല് പറഞ്ഞല്ലോ, നട്ടലുള്ളവൻ സമ്മതിക്കും ഈ റോഡുകൾ കേടാണെന്ന്. നട്ടലുള്ളവൻ സമ്മതിക്കും. നട്ടലില്ലാത്തവൻ, നട്ടല് വളഞ്ഞവൻ ഈ റോഡ് കേടാണെന്ന് സമ്മതിക്കും. കഴിഞ്ഞ തവണ 1 ഇക്കുറി എത്ര സീറ്റ് കിട്ടും LDF-ന്? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. കാരണം BJP ഗവൺമെന്റ് ഈ രാജ്യത്തെ അതിദരിദ്ര രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു. 23 കോടി മനുഷ്യരാണ് ഈ രാജ്യത്ത് പട്ടിണി കിടക്കുന്നത്. പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള അന്തരം, അസമത്വം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ളവർ അതിസമ്പന്നരായി മാറുന്നു. ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർ പട്ടിണിക്കാരായി മാറുന്നു. അവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ലാത്ത നാടായി നമ്മുടെ നാട് മാറി. ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് വിൽപ്പന നടത്തി കഴിഞ്ഞു. ഇവിടെ ഇന്ത്യൻ റെയിൽവേ ആണെങ്കിലും അതിന്റെ ട്രെയിനുകളും സ്റ്റേഷനുകളും വിൽപ്പന നടത്തുന്നു. എയർപോർട്ടുകൾ, അതോടൊപ്പം തന്നെ പോർട്ടുകൾ, ഈ റോഡുകൾ, പൈപ്പ് ലൈൻ പദ്ധതികൾ എല്ലാം ഈ രാജ്യത്തെ അദാനിമാർക്കും അംബാനിമാർക്കും കോർപ്പറേറ്റുകൾക്കും വിൽപ്പന നടത്തി പോയിക്കൊണ്ടിരിക്കുന്നു. ഏതാ വിഴിഞ്ഞ ആരാ വിൽപ്പന നടത്തിയത്? ആരാ വിൽപ്പന നടത്തിയത്? അതെ, ആരാണ് വിൽപ്പന നടത്തിയത്? വിൽപ്പന നടത്തിയത് ആര്? കേൾക്കൂ, അദാനിക്ക് ആ പോർട്ട് വിൽപ്പന നടത്തിയത് ഈ ഇരിക്കുന്ന കൂട്ടുമുന്നണിയാ, UDF-ന്റെ മുന്നണിയാ. UDF-ആ വിൽപ്പന നടത്തുന്നത്.
അപ്പൊ ഈ രാജ്യത്തിന്റെ സമ്പത്ത് വിൽപ്പന നടത്തുന്നതിന് തുടക്കം കുറിച്ചതാര്? ഈ രാജ്യത്തിന്റെ സമ്പത്ത് വിൽപ്പന നടത്തുന്നതിന് തുടക്കം കുറിച്ചത് ഈ രാജ്യത്തെ രണ്ടാം UPA ഗവൺമെന്റ് ആണ്. ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത കാലത്ത് ഇവിടെ UPA ഗവൺമെന്റ് ആണ് വിൽപ്പന നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് എത്ര സീറ്റ് ലഭിക്കുമെന്നതാണ് ചോദ്യം. നിങ്ങൾ നോക്കൂ, ഈ നാടിനകത്ത് UDFന്റെ MP-മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ കേരളത്തിന് വേണ്ടി അവർക്ക് നാവ് ഉയർത്താൻ കഴിയില്ല. ETക്കാണെങ്കിൽ EDയെ ഭയമാണ്. ചന്ദ്രിക ദിനപത്രത്തിൽ ED വന്ന് കയറി ഇറങ്ങിയത് ഈ നാട് കണ്ടു. പാവപ്പെട്ട ഹൈദരലി തങ്ങളെപ്പോലും മരണത്തിന്റെ തൊട്ടു മുന്നേ EDക്ക് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞവരാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്നത് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് EDയെ ഭയപ്പെട്ട് ഇവിടെ ET മുഹമ്മദ് ബഷീറോ ലീഗിന്റെ പ്രതിനിധികളോ കോൺഗ്രസിന്റെ പ്രതിനിധികളോ ഈ നാടിനകത്ത് സംഘപരിവാരത്തെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് ഈ നാട് കാണുന്നു. അതോടൊപ്പം തന്നെ ഈ കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ, കേരളത്തിന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ, കേരളത്തിന് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങാൻ ഈ കേരള ഗവൺമെന്റ് രാഷ്ട്രീയത്തിന് അതീതമായി മുന്നോട്ട് പോയപ്പോൾ, നിയമ പോരാട്ടത്തിന് പോയപ്പോൾ, ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ ഒറ്റപ്പെടുത്തിയത് UDF ആണ് എന്ന് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടും. നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും? ഒറ്റ കാര്യം, ഉത്തരമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് സീറ്റ് വർദ്ധിക്കുമെന്നതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിച്ചതാ CPM, ഇടതുപക്ഷം മറക്കണ്ട. ഈ കേരളത്തിൽ വന്നാലും ഒരു സംശയവും വേണ്ട, ഈ കേരളത്തിൽ 20 സീറ്റും ഇടതുപക്ഷം വിജയിക്കുക തന്നെ ചെയ്യും. എങ്ങോട്ട് പോവും നൗഷാദ്? 20 അവര് കൊണ്ടുപോകും. അവര് മത്സരിക്കുന്നത് ചിഹ്നം നിലനിർത്താൻ വേണ്ടി. അമിത്ഷായെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞ പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോൾ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയ ആരിഫ് അടക്കം തോറ്റ് 2020 ഞങ്ങൾ വിജയിക്കും ഇത്തവണ കേരളത്തിൽ. 2020 ഒരു സംശയമില്ല. BJP ഇവിടെ ഇല്ല, അവര് ചിത്രത്തിലേ ഇല്ല. BJP കാഴ്ചക്കാരാണ്. തമ്മിലാണ്. LDF സമ്പൂജ്യമാവുകയും UDF 2020 അടിക്കുകയും ചെയ്യും. അതിലൊരു തർക്കമില്ല. LDF ചിഹ്നം നിലനിർത്താനാണ്. അവർക്ക് ഏറ്റവും നല്ല ചിഹ്നം ഏതാ അറിയോ? LDFന് ഏറ്റവും നല്ല ചിഹ്നം എന്തായാലും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ജനസഭ ഇവിടെ അങ്ങാടിപ്പുറത്ത് അവസാനിക്കുകയാണ്. നാളെ കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് കാണാം. ജനസഭ സജീവമാക്കിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്തേ.